ആർട്ടിസ്റ്റ്. എൻ്റെ പേര് ഗീത കുടമാളൂർ. 3 വർഷത്തോളമായി ഞാൻ മ്യൂറൽ ചിത്രകലാരംഗത്ത് സജീവമായിട്ട് നിൽക്കുകയാണ്. മ്യൂറസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം തന്നെ. മ്യൂറൽ എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ വരയ്ക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. കാലാന്തരത്തിൽ അത് ചുമർ ചിത്രം അത് മ്യൂറലായി വളരെ പരിഷ്കരിച്ച രീതിയിൽ മ്യൂറൽ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭിത്തിയിൽ വരയ്ക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അക്ഷരലിപിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചിത്രകല പ്രചാരത്തിലുണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും ഗുഹാചിത്രങ്ങളെന്ന് പറയുന്നത് ഈ മ്യൂറലിൻ്റെ ഒരു പൂർവ്വരൂപമാണെന്ന് പറയാം. ഗുഹാചിത്രങ്ങളുടെ പ്രത്യേകത പാറകളിൽ വെറുതെ കോറി വരച്ച്, പിന്നെ കലാകാരൻ്റെ ഓരോ കാലഘട്ടത്തിലും അതിന് പ്രത്യേക വീക്ഷണങ്ങളോടുകൂടിയാണ് ആ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് വന്ന് പ്രതലമുണ്ടാക്കി ചിത്രം വരയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതാണ് പ്രതലമുണ്ടാക്കി ഭിത്തിയിൽ വരയ്ക്കുന്ന ആ ഒരു രീതി വന്ന് അതിനെ ചുവർ ചിത്രം എന്ന പേരിൽ, പിന്നെ കളറുകൾ, രൂപം, ഭാവം ഇതൊക്കെ ആവിഷ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അത് വളരെ വർണ്ണശബളിമയാർന്ന ഒരു ചിത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്നും നശിക്കാതെ നിൽക്കുന്നത് ഇന്നിപ്പോഴത് തമിഴ്നാട്ടിൽ തിരുനന്തിക്കര എന്ന് പറഞ്ഞത് അത് 9ാം ശതകത്തിലാണ്. ആ ചിത്രങ്ങൾ ഇന്നും വളരെയധികം മനുഷ്യർ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ പ്രകൃതിയാൽ അതിനൊരു നിറം മാറ്റമോ ഒന്നും കൂടാതെ തന്നെ നിലനിൽക്കുന്നതാണ്. പിന്നീട് 15ാം ശതകം തൊട്ട് ഉള്ള ചിത്രങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമ്മൾ കാണപ്പെടുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ള കൊട്ടാരങ്ങളിലുമൊക്കെ ആണല്ലോ. വളരെ വിശാലമായ ഭിത്തി ഉള്ള സ്ഥലങ്ങൾ അന്നൊക്കെ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളുമായിരുന്നു. അപ്പം അവിടങ്ങളിൽ ഇപ്പോഴും ചിത്രങ്ങളൊക്കെ നിലനിന്ന് പോരുന്നുണ്ട്. പിന്നെ ആൾക്കാർ കുങ്കുമം തൊട്ടും ചന്ദനം പൂശിയും ഭക്തി കൊണ്ട് അങ്ങനെയൊക്കെ നശിപ്പിച്ചതല്ലാതെ ആ ചിത്രങ്ങളിന്നും അതിൻ്റെ ആ ഭംഗിയോടുകൂടി നിലനിന്ന് പോരുന്നുണ്ട്. ഏറ്റവും പഴക്കം കൂടിയ ചുവർ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്തിലെ പിരമിഡ്സിലാണ്. അതൊരു BC 4000 അധികം കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. പിന്നെ കേരള ചിത്രത്തിന് ഓരോ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 5 കളറാണ് ഈ ചുവർ ചിത്രങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ മണ്ണ്, ഇല അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ കൊണ്ടാണ്. പിന്നെ കാലദേശവും പ്രദേശത്തിൻ്റെ സ്വഭാവമൊക്കെ അനുസരിച്ച് അവിടുത്തേക്ക് അവർ നീല കളറൊക്കെ വിദേശത്തൊക്കെ എന്തോ വേറെ കല്ലുകളിൽ നിന്നൊക്കെ അവിടെ ലഭ്യമായ കല്ലുകളിൽ നിന്നൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ എന്നാൽ ലപ്പീസ് ലിസുയി അങ്ങനെയൊക്കെയുള്ള കല്ലുകളൊക്കെ നീല കളറിന് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ മണ്ണ്, പിന്നെ ഈ ഇലച്ചാറുകൾ, പിന്നെ കരി ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളിൽ നിന്ന്. കേരളത്തിൽ പണ്ട് ഈ ധ്യാന ശ്ലോകങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിൽ നല്ല ഇന്ത്യയിലൊക്കെ ആണെങ്കിലും ഇതിഹാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചുവർ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഭാരതത്തിലാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ളത് അജന്ത ഗുഹകളാണ്. അജന്ത ഗുഹകളാണ് ഒരു AD പിന്നെ 7ാം ശതകത്തിൽ അതിൻ്റെ ചിത്രീകരണമൊക്കെ പൂർത്തിയായിട്ട് ഒരു BC 1ാം നൂറ്റാണ്ടിനും AD 7ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളാണ് അവിടുത്തെ ചിത്രങ്ങൾ. ഈ ബുദ്ധൻ്റെ ജീവചരിത്രങ്ങൾ, പിന്നെ രാമായണത്തിലെ ഭാഗങ്ങളും മഹാഭാരതത്തിലെ അങ്ങനെയുള്ള ഒക്കെ വരച്ചിട്ടുള്ളതാണ് അവിടുത്തെ. അപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിലും പുരാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവിടുത്തെ ഓരോ കഥാപാത്രങ്ങളുടെയൊക്കെ രംഗങ്ങളും വിഷയങ്ങളും ഒക്കെ ആവിഷ്കരിച്ചേക്കുന്നതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ധ്യാന ശ്ലോകങ്ങൾ, ഇപ്പം ഞാൻ തന്നെ ശക്തി പഞ്ചാക്ഷരി ഒരു ധ്യാന ശ്ലോകമാണ്. ഈ ധ്യാന ശ്ലോകം എന്ന് പറയുന്നത് പണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള മുനിമാരൊക്കെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു വിഷൻ ലഭിക്കും.
അവർ ഒരു ദൈവത്തെ, ഒരു മൂർത്തിയെ സങ്കല്പിച്ച്, അപ്പോൾ അവരുടെ കൺമുന്നിൽ കാണുന്ന ആ ഭാവത്തെ, അന്ന് സംസ്കൃതത്തിലായിരുന്നു അത് വരച്ച് പ്രാർത്ഥന പോലെ വർണ്ണിച്ചിരിക്കുന്നതാണ്. അത് ചിത്രകാരന്മാർ ചിത്രങ്ങളായിട്ട് രചിക്കുക ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ശക്തി പഞ്ചാക്ഷരി, ശിവൻ്റെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ചിത്രമാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ചുമരുണ്ടെങ്കിലേ ചിത്രമുള്ളൂ എന്നൊരു പഴമൊഴി ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, ഏത് മാധ്യമങ്ങളിലും ആ ശൈലി, ഇന്നിപ്പം ആ ശൈലിയാണ്. അതായത് കേരളത്തിൻ്റെ ഒരു സംസ്കാരം, ആ പാരമ്പര്യമൊക്കെ അങ്ങ് ആവിഷ്കരിക്കുകയാണ് ഏത് ശൈലിയിലും. അപ്പം ആൾക്കാരുടെ ചിന്താഗതിയൊക്കെ പുരോഗമിച്ചപ്പോഴത്തേന് ഇതിൻ്റെ മാധ്യമങ്ങളും മീഡിയങ്ങളും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നു. പണ്ട് മണ്ണും കല്ലും മണ്ണും ഇലച്ചാറുകളൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് അക്രിലിക് കളർ ഉപയോഗിച്ച് വളരെ എളുപ്പം തന്നെ, ടെക്നോളജിയൊക്കെ വികസിച്ചപ്പോൾ വളരെ എളുപ്പം തന്നെ ക്യാൻവാസിൽ ഒക്കെ നമുക്ക് ചിത്രം വരയ്ക്കാൻ ചെയ്യും. അപ്പം വീടുകളെ അലങ്കരിക്കാനും അത് കാലാന്തരത്തിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങി. വീടിന് അലങ്കാരമായിട്ട് ഇപ്പം ക്യാൻവാസിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. എല്ലാ വീടുകളിലും പണ്ട് കൊട്ടാരങ്ങളിൽ മാത്രം കണ്ടുന്ന ഇന്ന് നമ്മുടെ ഉൾത്തളങ്ങളിലേക്ക് വന്നു. അത് ചുവർച്ചിത്രം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇതാണ്. പിന്നെ കേരളത്തിൻ്റെ പാരമ്പര്യവും, ചിത്രം എന്ന് പറഞ്ഞെന്നാൽ തന്നെ ചരിത്രമാണ്, അതൊരു കാലത്തിൻ്റെ ബോധവും കൂടിയാണല്ലോ. അപ്പോൾ അത് നമ്മുടെ വീടുകളിൽ ആവിഷ്കരിച്ച് അത് നിലനിർത്തി പോവുക, ആ പാരമ്പര്യ തനിമയെ, ആ സംസ്കാരത്തെ ഒക്കെ നിലനിർത്തി പോരുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെ. ഈ ആൾക്കാരെയൊക്കെ ചിത്രീകരിക്കുന്നത് 3 ഗുണങ്ങളെ, ഗുണത്രയം എന്ന് പറയുന്ന സാത്വികം, രാജസം, സത്വരജസ് തമോ ഗുണങ്ങൾ, താമസം, ഇങ്ങനെ 3 ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഥാപാത്രങ്ങളെ എല്ലാം ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആ ചിത്രീകരണത്തിൻ്റെ ആ വശം അറിയാതെ വരയ്ക്കുന്നവർക്ക് ഇപ്പം ബ്രഹ്മാവിന് മഞ്ഞ കളറ്, ഇപ്പം ശ്രീരാമന് പച്ച കളറ്, പാർവതിക്ക് പച്ച, അങ്ങനെ മഹാവിഷ്ണുവിന് നീല, ശിവനാണെങ്കിൽ അതായത് സ്വഭാവവും അവരുടെ ആ സന്ദർഭം അനുസരിച്ചാണ്. ശിവന് ശൃംഗാരഭാവത്തിലുള്ള ശിവനാണെങ്കിൽ മഞ്ഞ കളറാണ്, അതേസമയം രൗദ്രഭാവത്തിലാണ് വെള്ള കളറാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ആ അറിവ് നേടിയെങ്കിലേ പറ്റുള്ളൂ. അതല്ലാതെ വരയ്ക്കുന്നതിന് ചിത്രങ്ങൾക്ക് നമ്മുടെ ആ കേരളീയ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റത്തില്ല. പഴയ കാലത്ത് ചുണ്ണാമ്പ് പ്രതലം ഉണ്ടാക്കി ഒരു പ്രത്യേക പ്രതലത്തിലാണ് ചിത്രം വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ചിത്രം വരച്ചിരുന്നത് ചുണ്ണാമ്പും മണലും ഒരു 2 ഭാഗം ചുണ്ണാമ്പ്, ഒരു ഭാഗം മണൽ, അങ്ങനെ ഒരു അനുപാതത്തിൽ ഭിത്തിയിലത് പൂശി ഉണങ്ങിയതിന് ശേഷം ചുണ്ണാമ്പും കരിക്കും വെള്ളവും, അതൊരു പ്രത്യേക അനുപാതത്തിൽ, അത് പുതിയ ചുണ്ണാമ്പായിരിക്കണം, പുതിയ കരിക്കും വെള്ളമായിരിക്കണം. അപ്പോൾ ആ ഒരു പ്രത്യേക അനുപാതത്തിൽ അത് ഈ ഭിത്തിയിൽ 21 തവണ പൂശും, 1 by 1 ആയിട്ട്. ഒന്നുണങ്ങുമ്പം ഒന്നുണങ്ങും, അങ്ങനെ 21 പ്രാവശ്യം പൂശി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നത്. ആദ്യം രൂപരേഖ വരയ്ക്കും, അത് കഴിഞ്ഞിട്ട് അത് വർണ്ണം എന്ന് പറയുമ്പോൾ കാവി കളർ, അത് മണ്ണാണ്. ആ മണ്ണ് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ വെറും കല്ലായിട്ട് കിട്ടുന്നതിനെ അതിനെ അരച്ച് ഭസ്മമാക്കി പൊടിച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്താണ്, പ്രത്യേക രീതിയിൽ പ്രിപ്പയർ ചെയ്താണ് അതെടുക്കുന്നത്, ശുദ്ധീകരിച്ച് ആണ് എടുക്കുന്നത്. ആ മണ്ണ് കൊണ്ട് പ്രത്യേക ഒരു വാഹകമുണ്ട്, അതായത് ഒരു ബൈൻഡിങ് ഏജൻറ്റ്, അത് പശയാണ്, അത് ആര്യവേപ്പിൻ്റെ പശയാണ് ഉപയോഗിക്കുന്നത്. ആ ആര്യവേപ്പിൻ്റെ പശ ഇതിൽ ചേർത്തിട്ടാണ് ഈ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നത്. ചിത്രം വരയ്ക്കുന്ന ഒരു ആദ്യമേ ഈ വർണ്ണരേഖ, ഈ ആദ്യ സ്കെച്ച് തയ്യാറാക്കിയതിൻ്റെ എല്ലാം വർണ്ണരേഖ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടാമതാണ് നമ്മൾ മഞ്ഞ കളർ, അതും മണ്ണാണ്. ആ മണ്ണും ഇത് പറഞ്ഞ പോലെ ശുദ്ധീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതും ഈ പശയാണ്. ആ പശയ്ക്കകത്ത് ഒരു പ്രത്യേക അനുപാതത്തിൽ, പശ കൂടിപ്പോയെന്നാലൊക്കെ ചിത്രം പൊളിഞ്ഞു വരും, കുറഞ്ഞു പോയെന്നാൽ ചിത്രം അവിടെ ഉറച്ചിരിക്കാതെ വരും. അപ്പോൾ അത് ചിത്രകാരൻ അതിൻ്റെ അനുപാതം അവർക്കറിയാം. അപ്പോൾ ആ രീതിയിൽ മഞ്ഞ കളർ കൊടുത്തു.
അപ്പോൾ ആദ്യമേ വർണ്ണരേഖ, പിന്നെ മഞ്ഞ കൊടുത്തു, പിന്നെ അടുത്തതായിട്ട് കൊടുക്കുന്ന പച്ചയാണ്. ആ പച്ചയെന്ന് പറയുന്നത് നീലയമരി ചാറിൻ്റെ അകത്ത് ഇരവിക്കറ എന്ന് പറഞ്ഞ ഒരു വൃക്ഷത്തിൻ്റെ ചാറ് അത് ചേർക്കുമ്പോഴത്തേന് നീലയും മഞ്ഞയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് പച്ച കിട്ടും. പച്ചയാണ് മൂന്നാമതായിട്ട് ചേർക്കുന്നത്. ആ പച്ചയുടെ ഭാഗമെല്ലാം വർണ്ണം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ നീല കളറിലേക്ക് കടക്കുന്നത്. നീല കളർ നീലയമരി ചാറിൽ നിന്നെടുക്കുന്ന അതിനകത്ത് ഈ പശ, അത് നീലയമരി അത് പ്രത്യേക രീതിയിൽ അതിൻ്റെ ചാറെടുത്ത് ഉണക്കി വെള്ളം വറ്റിച്ച് ഉണക്കി എടുക്കുന്ന ആ പൗഡർ സൂക്ഷിച്ച് വെച്ചിരിക്കും. അതിൻ്റെ അകത്ത് അരിവേപ്പിൻ്റെ പശ ചേർത്ത് അങ്ങനെ നീലവർണ്ണവും കൊടുത്തു. അതിന് ശേഷമാണ് നമ്മൾ കറുപ്പ് കൊടുക്കുന്നത്. ഈ കറുപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കറുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊരു രേഖകളും ഈ ചിത്രത്തിൽ വരയ്ക്കാറില്ല. ലാസ്റ്റാണ് കറുപ്പ് കൊടുക്കുന്നത്. കറുപ്പുണ്ടാക്കുന്നത് നമ്മൾ നല്ലെണ്ണ തിരി കത്തിച്ച് അതിൽ നിന്ന് വരുന്ന ആ പുക കളക്ട് ചെയ്ത് അത് കരി ഉണ്ടാക്കി അതിൽ ഈ പശ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അത് ഇത്രയും എല്ലാം നല്ല ഭംഗിയായിട്ട് വരച്ച് ചേർത്ത് കറുപ്പും എല്ലാം കൊടുത്ത് കഴിയുമ്പോഴാണ് ചിത്രത്തിനൊരു ഓജസ്സും സൗന്ദര്യവും ഒരു ഭാവാത്മകതയൊക്കെ വരുന്നത്. ആ ചിത്രമാണ്. അതല്ലാതെ കണ്ട ചിത്രങ്ങൾ കണ്ടാൽ നമുക്ക് അപൂർണമായിട്ടേ തോന്നുള്ളൂ. ഒരു ചലനാത്മകത വരണമെങ്കിൽ ഈ കറുപ്പ് വരച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ചിത്രീകരണ രീതിയിൽ. ഇപ്പോഴും അക്രിലിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതും ഈ ഓർഡറിലാണ് ചെയ്യുന്നത്. കണ്ണുകൾ പലതരത്തിൽ കണ്ണുകൾ വരയ്ക്കാം. അതായത് ചാപാകൃതിയുണ്ട്, മത്സ്യോദരം, നീലോൽപ്പലം, പത്മപത്രം, ശംഖാകൃതി, ഇങ്ങനെ പലതരത്തിലെ കണ്ണുകൾ വരയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു ശകുന്തള ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അത് ചാപാകൃതിയിലുള്ള കണ്ണാണ്. പിന്നെ പത്മപത്രം എന്ന് പറഞ്ഞാൽ താമര ഇതള് പോലെ, നീലോൽപ്പലം അമ്പലിൻ്റെ ഇതള് പോലെ, മത്സ്യോദരം എന്ന് പറഞ്ഞാൽ മീനിൻ്റെ ആകൃതിയിലുള്ള, ശംഖിൻ്റെ ആകൃതിയിലുള്ള കണ്ണ്. അങ്ങനെയാണ്. പിന്നെ ഈ വർണ്ണങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 3 തരത്തിലാണ് വർണ്ണങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ബിന്ദുജമുണ്ട്, രൈഖികമുണ്ട്, പത്രകം, അങ്ങനെ 3 തരത്തിലാണ്. ബിന്ദുജമാണ് സാധാരണഗതിയിൽ എല്ലാവരും അവലംബിച്ച് വരുന്ന രീതി. അതായത് ഡോട്ട്, ആ ഡോട്ടിട്ട് പ്രതലം നിറയ്ക്കുകയാണ്. അല്ല സാധാരണ ചിത്രങ്ങൾ കാണുന്നതല്ല, ബ്രഷ് കൊണ്ട് ഷെയ്ഡുകൾ വെറുതെ ചെയ്യുമല്ല, അത് വളരെ ശ്രമകരമായിട്ട് ഉള്ളൊരു ജോലിയാണ് ഡോട്ട്. പിന്നെ രൈഖികം, വരകൾ, ചെറിയ വരകൾ വരച്ച് അതിന് ഷെയ്ഡ് ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ പത്രകം എന്ന് പറഞ്ഞാൽ ഇലകളുടെ ഞരമ്പ് പോലെ കാണുന്ന രീതിയിൽ പത്രകം. അങ്ങനെ 3 രീതിയിലാണ് ചുവർ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചമൽക്കാരങ്ങളാണ് ചുവർ ചിത്രങ്ങളുടെ പ്രത്യേകത. എത്രയും ചമൽക്കാരങ്ങളുണ്ടോ അത്രയും നല്ലത്. അതിൻ്റെ പ്രത്യേകത തന്നെ അങ്ങനെയാണ്. അതായത് ഒരു പിന്നെ കാമസൂത്രത്തിൽ യശോധരൻ്റെ ഒരു വാക്യമുണ്ട്, രൂപഭേദ പ്രമാണാദി ഭാവലാവണ്യ യോജനം സാദൃശ്യം വർണ്ണികാ ഭംഗി ഇത് ചിത്ര ഷടങ്കകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ആധാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ചിത്രം വരച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ രൂപഭേദം, അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ രൂപഭേദങ്ങളെയൊക്കെ അവരുടെ വൈവിധ്യമേ ഒക്കെ ചിത്രീകരിക്കുന്നതിനുള്ളവർ. രൂപഭേദ പ്രമാണം എന്ന് പറഞ്ഞാൽ അളവ്. അപ്പോൾ ആ അളവ് അന്ന് ഈ ചുവർ ചിത്രങ്ങളിൽ താലപ്രമാണം എന്ന് പറഞ്ഞ ഒരു അളവ് പോലെ അനുസരിച്ചാണ് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. താലം എന്ന് പറഞ്ഞാൽ തലയുടെ അളവനുസരിച്ച് ചിത്രങ്ങളെ ക്രമപ്പെടുത്തി എഴുതുന്നത്. അപ്പം രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ നവതാലം, പിന്നെ മറ്റേ ദേവന്മാരൊക്കെ ആണെങ്കിൽ അഷ്ടതാലം, മനുഷ്യരെയൊക്കെയാണ് സപ്താർത്ഥം വരും. പിന്നെ മറ്റേ ദേവിമാരൊക്കെ ആണെങ്കിൽ സപ്തതാലം, പിന്നെ ഗണപതി, വാമനൻ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പഞ്ചതാലത്തിൽ. ഇങ്ങനെ ഒരു കണക്കനുസരിച്ചാണ് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉള്ള ചിത്രങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് കൂടുതലില്ല തീരെ എളിമയോടുകൂടിയുള്ള അവിടുത്തെ വസ്ത്രധാരണ രീതികൾ നമ്മുടെ കേരളത്തിൻ്റേതുപോലെ അല്ലല്ലോ. അപ്പോൾ ആ വസ്ത്രധാരണ വലിയ ചമൽക്കാരങ്ങളൊന്നും കാണാറില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടുകൾ, പൂക്കളോ നക്ഷത്രങ്ങളോ അങ്ങനെയൊക്കെയുള്ള ചമൽക്കാരങ്ങൾ, ബാക്ക്ഗ്രൗണ്ടിന് ചമൽക്കാരങ്ങൾ കൊടുത്ത് വരയ്ക്കാമെന്നുള്ളൂ. എപ്പോഴും ചുവർ ചിത്രങ്ങൾ
ആലങ്കാരികമായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അലങ്കാരത്തോടു കൂടി ഒരു ശ്രമം നടത്തിയതാണ് യേശുവിൻ്റെ ചിത്രങ്ങൾ.